നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ കാരണം ക്രിസ്മസ് രാത്രി സിദ്ധാർത്ഥിന്റെ വണ്ടി കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം വെച്ച് ഒരു ലോട്ടറിക്കാരനെ ചെന്നിടിച്ചു. അതിനുശേഷം നാട്ടുകാർ എന്താണ് സംഭവം എന്ന് അറിയാൻ വന്നപ്പോൾ അവരുമായിട്ട് സിദ്ധാർത്ഥ് തട്ടിക്കേറുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അമിതമായിട്ട് അയാൾ മദ്യപിച്ചുള്ളത് പോലെയാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത്. ഒപ്പം അവിടെ എത്തിയ പോലീസുകാരുമായിട്ടും സിദ്ധാർത്ഥ് വളരെ മോശമായി പെരുമാറി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇതിന്റെ പേരിലാണ് സിദ്ധാർത്ഥിന് കേസ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ, ഈ ഒരു നടനെ മലയാളികൾ അറിയുന്നത് മഴവിൽ മനോരമയിലെ തട്ടിമുട്ടിയും എന്ന് പറയുന്ന സീരിയലിലൂടെയാണ്. മായാവതി എന്ന KP ലളിതയുടെ ചെറുമകനായിട്ടാണ് ഇയാൾ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ മോഹനവല്ലി അർജുനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മകൻ കണ്ണൻ എന്നാണ് ഇയാൾ ഈ ഒരു സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ക്യാരക്ടറിന്റെ പേരുണ്ടായിരുന്നത്. ഒരുപാട് കാലം മഴവിൽ മനോരമയിൽ ആ സീരിയല് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ KP ലളിത മരിച്ചതിന് ശേഷം ആ സീരിയൽ പിന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും സുപരിചിതനായിട്ടുള്ള ഒരു നടനാണ്, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. വളരെ നല്ല രീതിയിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. അയാളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെരുമാറ്റം കാണുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി പോയി എന്നാണ് പറയാനുള്ളത്. കാരണം ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനിൽ നിന്നുണ്ടാവുന്ന ഒരു പെരുമാറ്റമല്ല നമ്മളിപ്പോൾ ആ ഒരു സംഭവത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അയാൾ ഒരുപാട് മദ്യപിച്ചിരിക്കുന്നു, മാത്രമല്ല കുറെ തെറി പറയുന്നു. ഒട്ടും തന്നെ മാന്യതയില്ലാത്ത ഒരു പെരുമാറ്റമാണ് സിദ്ധാർത്ഥ് പ്രഭുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് പണം കയ്യിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രശസ്തരാകുമ്പോൾ ഒരു ജാട കാണിക്കണം, അല്ല അഹങ്കാരം കൂടുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇതിന്റെ താഴെ കമന്റ് വരുന്നുണ്ട് ഈ ഒരു വാർത്ത നമ്മൾ ചാനലിൽ കാണുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇയാള് തട്ടിമുട്ടിയും എന്ന സീരിയൽ കഴിഞ്ഞ് ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സിൽ ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ആ സീരിയലിൽ അഭിനയിക്കുന്നവർക്കൊക്കെ കഷ്ടകാലമാണ്. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ആകുലതകൾ അറിയിക്കുന്ന കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു സീരിയലിൽ അഭിനയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചാനൽ മാറി ചെയ്തത് കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. അതൊക്കെ അവനവൻ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ പൊതു ഇടങ്ങളിൽ വണ്ടി പോകുമ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും തട്ടിക്കയറാതെ നമ്മുടെ പിഴവ് എന്താണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ പെരുമാറി അത് സോൾവ് ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തില് ആളുകളൊക്കെ വളരെ പ്രാണികളാണെന്നും ആളുകൾക്കൊന്നും ഒരു വിധത്തിലുള്ള മാന്യതയോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ബഹുമാനവും കൊടുക്കാത്ത ഒരു പെരുമാറ്റം, വളരെ മോശമായ പെരുമാറ്റമാണ് സിദ്ധാർത്ഥ് പ്രഭുവിൽ നിന്നുണ്ടായത്. ആ ഒരു വണ്ടി ചെന്നിടിച്ചത് ഒരു ലോട്ടറിക്കാരനെയാണ്. ആ പാവം മനുഷ്യൻ ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒബ്സർവേഷനിൽ ICUലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു തെറ്റ് കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെതിർക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അയാളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എന്താണ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ കോലാഹലങ്ങൾ കാട്ടുക, പോലീസിനെതിരെ തെറി പറയുക എന്നൊക്കെ ഉള്ളൊരു മദ്യലഹരിയിലാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഈ ലഹരിയുടെ കെട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞത് എന്റെ കയ്യിൽ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റസമ്മതം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണേണ്ടതാണ്. കാരണം ഒരു കലാകാരൻ ഇത്തരത്തിൽ ചെയ്യുന്നു, കലാകാരനല്ല ആര് ചെയ്താലും ഇത് തെറ്റാണ്. ഇവിടെ ഈ കലാകാരന്മാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരിയലിലൂടെ ഒരുപാട് മലയാളികൾക്ക് സിദ്ധാർത്ഥ് പ്രഭുവിനെ വളരെ ഇഷ്ടമാണ്. അയാളെ നല്ല രീതിയിൽ നർമ്മം കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിൽ ചെന്ന് പെടുമ്പോൾ പൊതുവെ മറ്റുള്ള ഒരു കലാലോകത്തിനും അല്ലെങ്കിൽ തന്നെ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തന്നെ ഇതൊരു വളരെ വേദനയാണ്. ഏതായാലും സിദ്ധാർത്ഥ് പ്രഭു ഇനിയുള്ള സമയങ്ങളിൽ ഇതൊക്കെ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ അയാൾക്ക് എന്ന് മാത്രമാണ് പറയുന്നത്. മദ്യവും ലഹരിയും എല്ലാ ആളുകളെയും കുഴിയിൽ കൊണ്ട് ചാടിക്കും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏതായാലും ഇനി നല്ല സീരിയലുകളും നല്ല കഥാപാത്രങ്ങളും ഒക്കെ ചെയ്ത് സിനിമയിലും മറ്റു അദ്ദേഹം സജീവമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.